بسم الله الرحمن الرحيم. إليه مرجعكم جميعا وعد الله حقا إنه يبدأ الخلق ثم يعيده ليجزي الذين آمنوا وعملوا الصالحات بالقسط والذين كفروا لهم عذاب شديد بما كانوا يكفرون. صدق الله العظيم. അനുഗ്രഹീതമായ സനത് ഏറ്റുവാങ്ങിയ സൗഭാഗ്യവാന്മാരായ മക്കളെ, അവരുടെ രക്ഷകർത്താക്കളെ, ബഹുമാന്യ പണ്ഡിതന്മാരെ, സഹോദരീ സഹോദരന്മാരെ, ഇപ്പോൾ ഇവിടെ സനത് വിതരണം ചെയ്യപ്പെട്ടു. ഈ സനത് ഇപ്പോൾ മാഷാ അല്ലാഹ് വളരെ ഗംഭീരമായ കടലാസുകളിൽ പ്രിൻ്റ് ചെയ്ത് വളരെ മനോഹരമായ നിലയിലാണ് നൽകപ്പെട്ടതെങ്കിലും പഴയ കാലഘട്ടത്തിൽ വളരെ സാധുത്തരം നിറഞ്ഞ കടലാസുകളിലാണ് നൽകിയിരുന്നത്. അല്ലാമ റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിരുന്ന സനദിനെ പറ്റി ഷെയ്ഖുൽ ഹദീസ് മൗലാന മുഹമ്മദ് സക്കരിയ റഹ്മഹുല്ല പറയുന്നു, ഹദീസിൻ്റെ 10 കിതാബുകൾ ആദ്യം മുതൽ അവസാനം വരെയും ദർസ് നടത്തുന്ന മഹാനവറുകൾ ചെറിയൊരു കടലാസിൽ സനദ് എഴുതി കൊടുക്കുമായിരുന്നു. ഖാമത്തുൻ സഗീറത്തുൻ വഖീമത്തുൻ കബീറത്തുൻ. അത് കാണുന്നതിൽ ഒന്നുമല്ല എങ്കിലും അമൂല്യ വിലയേറിയ ഒരു നിധിയാണ് അവരിലേക്ക് കൈമാറുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനും ഹദീസും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു. എന്നിട്ട് മാനവരാശിക്ക് പഠിപ്പിക്കാൻ നിർദ്ദേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് പരിശുദ്ധ ഖുർആനും ഹദീസും സഹാബത്തിനെ പഠിപ്പിച്ചു. എന്നിട്ട് അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ ഇത് ഇവിടെ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കും. ആ മഹാന്മാർ അത് അടുത്തവർക്ക് താബിഈങ്ങളെ പഠിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കും. സഹോദരങ്ങളെ, ഒരു സുവർണ പരമ്പരയാണ്, അനുഗ്രഹീതമായ പരമ്പര. ആ പരമ്പരയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പ്രവാഹം ആരംഭിച്ച ഈ വഹയിൻ്റെ പ്രവാഹം സഹാബാക്കളായപ്പോൾ 1,00,000-ഉം താബിഈങ്ങളായപ്പോൾ പല ലക്ഷവും അവിടെ നിന്നങ്ങോട്ട് പരമ്പരയായി ലക്ഷോപലക്ഷം ആളുകളിലൂടെ പ്രവഹിച്ച ഒരു പ്രവാഹമാണ് മഹാന്മാരായ ഉസ്താദുമാർ. അള്ളാഹു അവരെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലും കൂടുതലായി നമ്മളുടെ മഹാന്മാരായ ഉസ്താദുമാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ സത്യം, ഇതിപ്പോൾ ഇവിടെ ഈ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ നൽകിയപ്പോൾ ഞങ്ങൾ ഏറ്റുവാങ്ങിയ ആ നിമിഷത്തെപ്പറ്റിയാണ് ഓർമ്മ വന്നത്. മഹാന്മാരായ ഗുരുനാഥന്മാർ അവർ വളരെയധികം സ്നേഹത്തോടെ ഞങ്ങൾക്ക് നൽകിയ ആ രംഗം ഓർമ്മ വന്നു. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്ത്, മർഹമത്ത്, ഉയർന്ന ദറജാത്ത് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ വാക്കിൽ പറഞ്ഞാൽ ഇതിന് മറ്റൊരു വല്ലാത്തൊരർത്ഥമുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദ്, അതുപോലെ ഫഹദ് ഉസ്താദ് തുടങ്ങി ഇവിടെയുള്ള ഉസ്താദുമാർ, ഇവരെല്ലാവരും ഈ കടലാസിലൂടെ പറയുന്ന വാക്ക്, പൊന്നുമക്കളെ, കുറേ പൈസ ചെലവഴിച്ച് കുറേ രാപകലുകൾ അധ്വാനിച്ച് ഞങ്ങൾ നിങ്ങളെ ഹാഫിളീങ്ങളാക്കി, ആലിമീങ്ങളാക്കി. അള്ളാഹു ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇനിയും ഹാഫിളീങ്ങളെയും ആലിമീങ്ങളെയും വാർത്തെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഇന്ന് അബ്ദുൽ ഖാദർ ഉസ്താദ് വാക്കിടയ്ക്ക് പറയുകയും ചെയ്തു, എത്ര നാൾ ഞങ്ങൾ ജീവിച്ചിരിക്കുമെന്നറിയില്ല, പക്ഷേ ഈ അമാനത്ത് ഖിയാമത്ത് നാൾ വരെയും നിങ്ങളിലൂടെ അനുസ്യൂതം തുടരുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ അമാനത്ത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമതായും ഏറ്റവും പ്രധാനമായും എനിക്ക് അവരോടും അവരുടെ ബന്ധുക്കളോടും പറയാനുള്ളൊരു കാര്യം,
ഈ മക്കളെ നിങ്ങൾ ഡോക്ടറാക്കിക്കൊള്ളിൻ, എഞ്ചിനീയർ ആക്കിക്കൊള്ളിൻ, നല്ല കച്ചവടക്കാരനാക്കിക്കൊള്ളിൻ, എന്തുമാക്കിക്കൊള്ളിൻ. പക്ഷേ ഇവരെ നിങ്ങൾ അധ്യാപകന്മാരാക്കണം, ഇവരെ നിങ്ങൾ ദീനിൻ്റെ ഇൽമ് പഠിപ്പിക്കുന്നവരാക്കണം, ഇവരെ നിങ്ങൾ ദീനിൻ്റെ പ്രബോധകന്മാരാക്കണം. അതിനുള്ള മുഴുവൻ വഴികളും സാഹചര്യങ്ങളും നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഒരുക്കി കൊടുക്കണം. സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി കൂടുതലൊന്നും പറയാനില്ല. ഒരൊറ്റ ആയത്ത് മാത്രം മോദി അതിൻ്റെ ആശയം മാത്രം പറയുന്നു. സൂറത്ത് യൂനുസിലേക്ക് നിങ്ങൾ കടന്നു വരിൻ അലൈഹിസ്സലാം. അതിന് 4-ാം വചനമാണ് ഇപ്പോൾ ഓതിയത്. ഇലൈഹി മർജിഉക്കും ജമീഅ. എല്ലാവരും മനസ്സിലാക്കണം, മുഴുവൻ ആളുകളും ഏകനായ പടച്ചവനിലേക്ക് മടങ്ങേണ്ടവരാണ്. വഅദല്ലാഹി ഹഖ. ഇത് പടച്ചവൻ്റെ സത്യസന്ധമായ വാഗ്ദാനമാണ്. ഉറപ്പായിട്ടും പടച്ചവൻ നടപ്പിലാക്കും. നിങ്ങളെ ഒരു ദിവസം മരിപ്പിക്കും, അതിനുശേഷം പടച്ചവനിലേക്ക് ഹാജരാക്കും. ഇന്നഹു യബ്ദഉൽ ഖൽഖ്. അള്ളാഹുവാണ് നിങ്ങളുടെ സൃഷ്ടിപ്പ് ആരംഭിച്ചത്. സുമ്മ യുഈദുഹു. അതേ അള്ളാഹു നിങ്ങളെ രണ്ടാമതും മടക്കുന്നതാണ്, നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. എന്തിനാണെന്നറിയാമോ? ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി. ഈ ലോക ജീവിതത്തെ പ്രയോജനപ്പെടുത്തി സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ഉണ്ടാക്കിയവർക്ക് ബിൽ ഖിസ്ത്, നീതിപൂർവം പ്രതിഫലം നൽകുന്നതിന് വേണ്ടി. അതെ സഹോദര സഹോദരി, ഈ ലോകത്തിന് മനുഷ്യൻ എത്ര നന്മ ചെയ്താലും ആ നന്മയ്ക്കുള്ള പ്രതിഫലം കൊടുക്കാൻ ഈ ലോകത്ത് സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ സ്ഥാപനത്തിന് സേവനം ചെയ്ത ചില സഹോദരങ്ങളെ ചെറിയ തുക ഏൽപ്പിക്കുകയുണ്ടായി. എന്താ അവർ ചെയ്ത ആ സേവനത്തിന് അത് കൂലിയാകുമോ? ഒരിക്കലുമില്ല. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സഹോദരങ്ങളെ, ഈ മദ്രസയുടെ മഹത്വം മനസ്സിലാക്കി. ഇപ്പോൾ ഇവിടെ ഒരു ആലിമിനെ നിങ്ങളെല്ലാവരും കൂടി തയ്യാറാക്കി 100 പേര് പഠിപ്പിച്ച് സമ്പത്ത് മുടക്കി എല്ലാവരും കൂടി പരിശ്രമിച്ച് ഒരു ആലിമിനെ തയ്യാറാക്കിയെന്ന് വിചാരിക്കും. ഞാൻ അവരോട് മഹാന്മാരായ ഉസ്താദുമാരിലൂടെ ലഭിച്ച ആദരവായ റസൂലിൽ നിന്ന് ലഭിച്ച ഉപദേശം പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കണം. ആ ഒരു വിദ്യാർത്ഥി 10 വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. 10 പേർക്ക് ദീനിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഹാഫിദീങ്ങളാക്കി, ആലിമീങ്ങളാക്കി. ആ 10 പേരിൽ കുറഞ്ഞത് 5 പേരെങ്കിലും അവർ അടുത്ത 10 പേർക്ക് വീതം അവർ ദീനിൻ്റെ ഇൽമ പഠിപ്പിക്കുക, ഏറ്റവും കുറഞ്ഞതാണ്, പഠിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ മഹാനായ ഉസ്താദിൻ്റെ ഉസ്താദ് ഹിഫ്ദ് പഠിപ്പിച്ച ആളുകളുടെ ലിസ്റ്റ് ഞങ്ങൾ എടുക്കുകയുണ്ടായി. 4000-ൽ പരം ആളുകൾ ഇതുവരെയും 2 വർഷം മുമ്പ് വരെയും 3000-ൽ പരം ആളുകളായിട്ടുണ്ട്. ഇപ്പോൾ 4000 ആളുകളായി കാണും. വെറും ഹിഫ്ദ് പഠിപ്പിച്ച ഞങ്ങളുടെ ഉസ്താദിൻ്റെ പരമ്പരയിലൂടെ ഉണ്ടായ ഹാഫിദീങ്ങളുടെ എണ്ണമാണ്. ഈ 4000 ഹാഫിദീങ്ങളുടെയും കൂലി ഈ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു കൊടുക്കുന്നതാണ്. എന്ത് കൂലി? അവർ ഓതിയ പരിശുദ്ധ ഖുർആനിൻ്റെ കൂലി. എന്താ ഒരു ഹാഫിദ് എന്നറിയാമോ? ഒരു ഹാഫിദ് ഖുർആൻ പഠിച്ച് തീരുമ്പോൾ കുറഞ്ഞത് 100 ഖത്തമാണ് തീരുന്നത്. ആ 100 ഖത്തമിന് പകരം നമ്മൾ ഒരു 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഉസ്താദുമാർക്ക് നൽകുന്ന ശമ്പളത്തെ പറ്റി ശമ്പളമെന്ന് പറയരുത്, ഹദിയ എന്ന് പറയും, എളിയ ഉപഹാരം എന്ന് പറയും. അവർക്ക് നിങ്ങൾ കൂലിയല്ല കൊടുക്കേണ്ടത്, ഹദിയ കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ 2000-ൽ 3000 അല്ലെങ്കിൽ 4000 മക്കൾ ഈ ഒരു കുട്ടിയിലൂടെ ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ എല്ലാ കൂലി, അതിനുവേണ്ടി പൈസ ചെലവഴിച്ചവർ, അതിനുവേണ്ടി അധ്വാനിച്ചവർ, അതിനുവേണ്ടി ശുപാർശ ചെയ്തവർ, അവർക്കെല്ലാം അല്ലാഹു നൽകുന്നതാണ്. എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, കാലഘട്ടം വളരെ സങ്കീർണമാണ്. കാലഘട്ടം വളരെ സങ്കീർണമാണ്. സ്കൂളുകളും കോളേജുകളും അധികരിക്കുന്നു. നമ്മളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മളെല്ലാവരും പേടിക്കേണ്ടതായിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയ ഒരു കാലഘട്ടം വന്നോ എന്ന് പേടിയാകുന്നു. രാവിലെ മുഅ്മിനാകുന്ന വ്യക്തി വൈകുന്നേരം കാഫിറാകും, വൈകുന്നേരം മുഅ്മിനാകുന്ന വ്യക്തി രാവിലെ കാഫിറാകും. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു എന്ന് പേടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് രക്ഷയുടെ തുരുത്താണ് ഈ മദ്രസകൾ. മദ്രസകൾ രക്ഷയുടെ തുരുത്താണ്. സമുദായം അതിനെ തിരിച്ചറിയണം, സമുദായം മനസ്സിലാക്കണം. എൻ്റെ നെഞ്ച് പൊട്ടാറുണ്ട്, കണ്ണ് കരയാറുണ്ട്, കൈകാലുകൾ വിറയ്ക്കാറുണ്ട് മദ്രസകൾ പൂട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ. ഞാൻ ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഉസ്താദ് പറയുകയുണ്ടായി, മദ്രസ പൂട്ടുകയാണ്, വിദ്യാർത്ഥികൾ ആരുമില്ല, അതുകൊണ്ട് മദ്രസ അടയ്ക്കുകയാണ്. എൻ്റെ തല കുനിയുകയുണ്ടായി. സമുദായത്തിന് എന്ത് പറ്റി?
നമ്മളുടെ മക്കൾ സ്കൂളുകളുടെ ചുറ്റുഭാഗത്ത് അപകടത്തിൻ്റെ സാഹചര്യത്തിൽ കഴിയുമ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ അടിമകൾ ഒന്നാന്തര കെട്ടിടങ്ങൾ ഉണ്ടാക്കി, ഇവിടെ താമസിക്കാനും സൗകര്യം, ഇവിടെ ആഹാരം കഴിക്കാനും സൗകര്യം, ഇവിടെ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു, ഇവിടെ സ്കൂളിൻ്റെ കാര്യങ്ങളും പഠിപ്പിക്കുന്നു എന്നല്ല ഇപ്പോൾ ഇവിടെ പറയപ്പെട്ടു. വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷേ സമുദായം മക്കളെ മദ്രസകളിലേക്ക് അയക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മദ്രസകളിലേക്ക് കുട്ടികളെ അയക്കണം. ഒരു തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെയുള്ള പദ്ധതിയെപ്പറ്റി പറയുകയുണ്ടായി. ഞാൻ ഈ സദസ്സിൽ വെച്ച് ഉസ്താദിനോട് ഒരു കാര്യം കൂടി പറയുകയാണ്. ആൺകുട്ടികൾക്കുള്ള മദ്രസ പോലെ നിങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു മൂലയിൽ പെൺകുട്ടികൾക്കും ഒരു മദ്രസയുണ്ടാക്കണം. പ്രവാചക വീടുകളിലേക്ക് നമ്മളുടെ വീടുകൾ മടങ്ങുന്നതിന് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു മദ്രസയുണ്ടാക്കണം. എന്നിട്ട് സഹോദരങ്ങളെ, നാം എല്ലാവരും രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ചെയ്യണം. ഒന്ന്, നമ്മൾ ഈ മദ്രസകളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കണം. തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഒരു ജോലിയായി സ്വീകരിക്കും. നമ്മൾ ഏത് ആൺകുട്ടികളെ കണ്ടാലും മോനെ മദ്രസയിൽ പഠിക്കണം, ഏത് പെൺകുട്ടികളെ കണ്ടാലും മോളെ മദ്രസയിൽ പഠിക്കണം. നമ്മളവരെ മദ്രസയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഈ കൂലി കിട്ടും, ഇത്ര വലിയ കൂലി കിട്ടും, ഇത്ര വലിയ പ്രതിഫലം കിട്ടും. നമ്മളവരെ മദ്രസയിലേക്ക് പ്രേരിപ്പിക്കും, നമ്മളവരെ മദ്രസയിൽ കൊണ്ടുവരും, അവരുടെ കയ്യിലും കാലിലും പിടിച്ച് നിർത്തിൻ. ഒരു സംഭവം മാത്രം പറയുകയാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ മസ്ജിദിൽ അവിടെ തബ്ലീഗിൻ്റെ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു സാധുവായ മനുഷ്യരുണ്ടായിരുന്നു. അദ്ദേഹം തബ്ലീഗിൻ്റെ അമീറായിരുന്നു, ഹമീദ് ഹാജിയാർ. അദ്ദേഹത്തിന് മക്കളില്ല. ഞാൻ ഇൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ എനിക്ക് വസ്വാസുണ്ടായി. വീണ്ടും ഞാൻ സ്കൂളിൽ പോയി കയറുകയുണ്ടായി. എൻ്റെ വാപ്പ പറഞ്ഞു, നീ എന്താണെങ്കിലും നിന്നെ ഞാൻ സ്കൂളിലേക്ക് ഞാൻ വിടുകയില്ല, മദ്രസയിലേക്ക് തന്നെ വിടുകയുള്ളൂ. ഞാൻ വാപ്പയോട് പറയുകയുണ്ടായി, മദ്രസയിൽ പോയിട്ട് എന്താ കാര്യം, മരിച്ചു കഴിഞ്ഞ് ദുആ ചെയ്യാൻ പറ്റും. വാപ്പ പറഞ്ഞൊരു മറുപടിയുണ്ട്, നിന്നെക്കൊണ്ട് ഞങ്ങൾക്ക് ആ ഗുണമാണ് വേണ്ടത്, വേറെ ഒരു ഗുണവും ആവശ്യമില്ല. അങ്ങനെ വാപ്പയുടെ നിർബന്ധപ്രകാരം ഞാൻ സ്കൂളിൽ പോകാൻ തയ്യാറായി, ഞാൻ സ്കൂളിൽ നിന്ന് മാറാൻ തയ്യാറായി. പക്ഷേ മദ്രസയിൽ പോകാൻ തയ്യാറായില്ല. അതിന് പകരം ഒരു എളുപ്പത്തിലെ തന്ത്രമെന്നോണം തബ്ലീഗിന് പോകാൻ തയ്യാറായി. ഞാൻ ഹാജിയാരോട്, ഹാജിയാരെ ഞാൻ താങ്കളുടെ കൂട്ടത്തിൽ തബ്ലീഗിന് വരികയാണ്. അദ്ദേഹം നിന്നെ ഞാൻ തബ്ലീഗിൽ കൊണ്ടുപോകത്തില്ല, നിന്നെ കൊണ്ടുപോവുകയാണ്, നീ മദ്രസയിലാണ് പോകേണ്ടത്. പക്ഷെ അദ്ദേഹത്തെ നിർബന്ധിച്ച് ഞാൻ ബഹളമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ജമാഅത്തിൽ പുറപ്പെട്ടു. രാവിലെ ഞാൻ തഹജ്ജുദിൻ്റെ സമയത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഒരു വലിയ നിലവിളി കേൾക്കുന്നു, പടച്ചവനെ, ആരും ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നില്ല, ഇതാ ഒരുത്തൻ ഇൽമു പഠിക്കാൻ വേണ്ടി പോയി, എന്നിട്ട് തബ്ലീഗിൻ്റെ പേര് കളയാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ കയറി കിടക്കുന്നു. നീ ഇവൻ്റെ മനസ്സൊന്ന് മാറ്റി മദ്രസയിലേക്ക് നീ ഇവനെ വിടണേ. ഞാൻ അന്ന് സുബഹി നമസ്കരിച്ച് അദ്ദേഹത്തോട് സലാം പറഞ്ഞ് മദ്രസയിൽ പോയതാണ്. അള്ളാഹു മരണം വരെയും മദ്രസയിൽ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. എൻ്റെ വിശ്വാസമാണ്. എനിക്ക് വലിയ നന്മയൊന്നുമില്ല, പക്ഷെ ഉണ്ടായ മുഴുവൻ നന്മയുടെ കൂലിയും ആ പാവപ്പെട്ട മക്കളില്ലാത്ത ഹമീദാജിക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ മുഴുവൻ മക്കളെയും മദ്രസയിലേക്ക് നമ്മൾ അയക്കാൻ വേണ്ടി പരിശ്രമിക്കും. എത്ര വലിയ സൗകര്യമാണ്. അവർ സ്കൂളും പഠിക്കും, കോളേജും പഠിക്കും, കൂട്ടത്തിൽ ഖുർആനും ഹദീസും ലഭിക്കും. ഇതാണ് ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, നമ്മൾ ഈ സ്ഥാപനങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി സേവന സഹായങ്ങൾ ചെയ്യാൻ. രണ്ട് സേവനത്തിന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുകയാണ്. ഒന്ന്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും ഓരോ വിദ്യാർത്ഥികളുടെ ചെലവ് ഏറ്റെടുക്കും. ഒരു വിദ്യാർത്ഥിയെ നിങ്ങൾ തശ്കീൽ ചെയ്ത് കൊണ്ടുവരും, കയ്യിലും കാലിലും പിടിച്ച് നിർത്തിൻ. എന്നിട്ട് നിങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് 5000 രൂപയാണ് ഒരു മാസം ആകുന്നത്. നിങ്ങളോ അല്ലെങ്കിൽ ശുപാർശ ചെയ്തോ ആ പൈസ ഇവിടെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കും. ഒരു ഹാഫിദിനെ നിങ്ങൾ വാർത്തെടുക്കും, ഒരു ആലിമിനെ നിങ്ങൾ വാർത്തെടുക്കും. രണ്ട്, ഇവിടെ ഒരു ബൃഹത്തായ പദ്ധതിയെപ്പറ്റി അള്ളാഹുവിൻ്റെ ദാസൻ പറയുകയുണ്ടായി. നൂർ ഗാർഡൻ എന്ന പേരിൽ ഒരു നല്ല ഓപ്പൺ സ്റ്റേഡിയവും അതുപോലെ നല്ലൊരു പൂന്തോട്ടവും മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും പ്രയോജനപ്പെടുന്ന ഒരു നല്ലൊരു പദ്ധതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് അദ്ദേഹം ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ച് ഗവേഷണം ചെയ്ത് അങ്ങേയറ്റം പ്രയോജനപ്രദമായ നിലയിലും ഇസ്ലാമിൻ്റെ നിയമം ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു കാര്യം നിർമ്മിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സേവന സഹായങ്ങൾ അതിനുവേണ്ടി ചെയ്യണം. നമ്മളുടെ വീടുകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു മുറിയുടെ പൈസ നമ്മൾ കൊടുത്താൽ ആദരവായ റസൂലിൻ്റെ 10 അതിഥികളായ മുത്തഅല്ലിമീങ്ങൾ മുത്തഅല്ലിമത്തുകൾ കിടന്ന് ഉറങ്ങുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജാരിയായ സദഖ ലിയജ്സിയല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ബിൽ ഖിസ്ത്. അവസാനത്തെ വാക്കെനിക്ക് പറയാൻ പേടിയുണ്ട്, എങ്കിലും വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറയുന്നു. വല്ലദീന കഫറു, നന്ദികെട്ട നിഷേധികൾ,
ലഹും അദാബുൻ ശദീദുൻ ബിമാ കാനൂ യക്ഫുറൂൻ. അവർ കാണിച്ച നന്ദികേടിൻ്റെ പേരിൽ, നിഷേധത്തിൻ്റെ പേരിൽ കഠിനമായ ശിക്ഷയുണ്ട്. നേർക്ക് നേരെ അർത്ഥം പറയട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ സ്ഥാപനം ഇങ്ങനെ തുറന്നു വെച്ചിട്ടും നമ്മൾ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് അയച്ചില്ല. അവരെ സ്കൂളുകളിൽ പഠിപ്പിക്കൽ എത്ര വളഞ്ഞാലും തിരിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. ഏത് പെണ്ണിനെ പൊക്കിക്കൊണ്ട് പോയാലും ഏത് ചെറുക്കൻ്റെ കൂട്ടത്തിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അവൻ കാഫിറോ മുർത്തദ് എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ പ്രശ്നമില്ലാതാവുകയും നമ്മുടെ മക്കൾ നിഷേധികളാവുകയും അവസാനം നിഷേധിയായി മരിക്കുകയും ചെയ്താൽ അവർക്കുള്ള ശിക്ഷ വേറെ. പക്ഷെ അതിന് കാരണക്കാരാകുന്ന മാതാപിതാക്കൾക്കും കഠിന ശിക്ഷയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ മദ്രസകളെ നമ്മൾ വിലമതിക്കും, ഈ മദ്രസകളുടെ മഹത്വം മനസ്സിലാക്കിൻ. ഈ ഫിത്നയുടെ കാലഘട്ടത്തിലും രക്ഷയുടെ തുരുത്തുകളായിട്ടാണ് അല്ലാഹു മദ്രസയെ വെച്ചിരിക്കുന്നത്. നമ്മളൊരു ഉറച്ച തീരുമാനമെടുക്കണം. സമുദായത്തിലെ മുഴുവൻ മദ്രസകളെ നമ്മൾ ബഹുമാനിക്കും, ആദരിക്കും. സംഘടനാ വ്യത്യാസമില്ലാതെ മുഴുവൻ മദ്രസകളെയും ആദരിക്കണം. മുഴുവൻ മദ്രസകൾക്ക് നമ്മൾ സേവനം ചെയ്യണം, നമ്മൾ അതിനുവേണ്ടി സഹായിക്കണം. സഹോദരങ്ങൾ, ഇതാണ് എന്നോട് നിങ്ങളോടുമുള്ള ഉപദേശം. പിന്നെ അവസാനമായിട്ടുള്ള കാര്യം, ഇവിടെ നടക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഇൽമിൻ്റെ, ദിക്റിൻ്റെ, ദഅവത്തിൻ്റെ, ഖിദ്മത്തിൻ്റെ പ്രവർത്തനം നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് സഹകരിക്കണം. എല്ലാവരും സ്വന്തമായിട്ടും കഴിവിൻ്റെ പരമാവധി ഇൽമുമായി ബന്ധപ്പെടണം, ദിക്റുമായി ബന്ധപ്പെടണം. ഇന്ന് മാഷാ അല്ലാഹ് ഞാൻ അവസാനവും പറഞ്ഞിട്ടുള്ളതുമാണ്, ഇവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ, മജ്ലിസുകൾ സംഘടിപ്പിക്കപ്പെടുന്നതാണ്. നിങ്ങളെല്ലാവരും വരണം, മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരൻ. പറയേണ്ടവർ പറഞ്ഞുകൊള്ളും, നമ്മളവരെ കൊണ്ടുവന്നിരുത്തിൻ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഇൽമുമായി ബന്ധപ്പെടുൻ. ഞാൻ ഇന്ന് ഉച്ചയ്ക്കും പറയുകയുണ്ടായി, 50 വർഷമായി നമ്മൾ നമസ്കാരം തുടങ്ങിയിട്ട് ഖുർആനിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ടില്ല. ആദരവായ റസൂലിൻ്റെ ജീവിതം അറിയില്ല. എത്ര വലിയ കുറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇൽമു പഠിക്കൻ, ദിക്ർ പഠിക്കൻ, ദിക്റുമായി ബന്ധപ്പെടുൻ, ഖുർആൻ ഷരീഫ് ഓതിൻ, ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യൻ. 3 നമ്മൾ സഹോദരങ്ങളെ ദഅവത്തുമായി ബന്ധപ്പെടുൻ, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കൻ. 4 ഖിദ്മത്തുമായി ബന്ധപ്പെടുൻ. അതിലേറ്റവും അവസാനമായി ഇന്നത്തെ പല പ്രഭാഷണങ്ങൾ വന്നൊരു കാര്യം കൂടി പറയുകയാണ്. ഏറ്റവും ചെറിയൊരു കാര്യം, പക്ഷെ വലിയ കാര്യം. നമ്മളുടെ നാട്ടിൽ പരിസരങ്ങളിൽ മുസ്ലിമോ അമുസ്ലിമോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട് സന്ദർശിച്ച് അനുശോചനം രേഖപ്പെടുത്തുൻ. അതുപോലെ ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരുടെ വീട്ടിൽ പോയി അവർക്ക് ആശംസകൾ നേരിൻ. അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കൻ, മുസ്ലിം സംഘടനകളുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കൻ. സംഘടനകളുടെ പരിപാടികൾ നടക്കുന്നു, നമ്മൾ ആ പരിപാടിയിൽ പോകാതിരിക്കും, പക്ഷേ നമ്മൾ അതിന് ആശംസകൾ നേരിൻ, നല്ലൊരു മനസ്സോടുകൂടി ജീവിക്കും. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. രക്ഷിതാവായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങൾക്ക് മുമ്പ് മുന്നോറുകളായ മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു. ഞങ്ങളുടെ മനസ്സിൽ സത്യവിശ്വാസികളോട് യാതൊരു പകയും വിദ്വേഷവും വെക്കരുത്. റബ്ബന ഇന്നക റഊഫുർ റഹീം. രക്ഷിതാവേ,